തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരങ്ങളെ, ഗുരു ശില്പകല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ശിഷ്യന് മാത്രം ഈ കലയിൽ വിജയിക്കാൻ കഴിയുന്നില്ല. അവനെപ്പോഴും സങ്കടമായിരുന്നു. ഒരു ദിവസം അവൻ ഗുരുവിനെ ശ്രദ്ധിച്ചു. ഗുരുവിൻ്റെ പണിയായുധങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് ഗുരു ഇത്രയ്ക്ക് പൂർണ്ണതയോടുകൂടെ ശില്പം കൊത്തുന്നതെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഗുരു പുറത്തേക്ക് പോയപ്പോൾ അവൻ ഗുരുവിൻ്റെ പണിയായുധങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഒരു ശില്പം കൊത്താൻ തുടങ്ങി. ഗുരു തിരികെ വന്നപ്പോൾ ശിഷ്യൻ ദുഃഖിച്ച് തൻ്റെ ശില്പത്തിനരികിൽ ഇരിക്കുകയാണ്. ഗുരു വന്ന് ചോദിച്ചു, മകനെ നിനക്ക് എന്തു പറ്റി? അപ്പോൾ അവൻ സങ്കടത്തോട് പറഞ്ഞു, ഗുരു, ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങ് കൊത്തുന്നത് പോലെ ഭംഗിയായിട്ട് ശില്പം കൊത്താൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു അത് അങ്ങയുടെ പണിയായുധത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് എന്ന് വിചാരിച്ചു. ഇന്നങ്ങ് പുറത്തു പോയപ്പോൾ അങ്ങയുടെ പണിയായുധം മോഷ്ടിച്ചെടുത്ത് ഞാൻ ശില്പം കൊത്തി. പക്ഷെ എന്നാലും എൻ്റെ ശില്പം അതുപോലെ പഴയതുപോലെ തന്നെ ഭംഗി കുറഞ്ഞതാണ്. അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു, മകനെ, നീ മോഷ്ടിച്ചെടുക്കേണ്ടത് ഗുരുവിൻ്റെ പണിയായുധങ്ങളല്ല, മറിച്ച് ഗുരുവിൻ്റെ ചൈതന്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ചൈതന്യമാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ, അങ്ങയുടെ ചൈതന്യത്തെ എന്നിൽ നിന്നും എടുത്തു മാറ്റരുതേ എന്ന്. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ ചൈതന്യത്തെ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന്. ആമേൻ.